ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊന്നൊരു ചന മഷ്റൂം മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ആദ്യം വെള്ളക്കടല വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുതിർത്താൻ വെക്കുക. ഞാനൊരു 6 മണിക്കൂറാണ് ഇത് കുതിർത്താൻ വെക്കുന്നത്. മീഡിയം സൈസ്ഡ് 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തക്കാളി, മീഡിയം സൈസ് 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പം ആദ്യം നമ്മൾ കുക്കർ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചറും ഗാർലിക്കും ഞാൻ സെപ്പറേറ്റായി പേസ്റ്റാക്കി വെച്ചതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ ബോക്സിലാക്കി വെക്കും. അപ്പം 1 to 2 വീക്സ് ഒക്കെ ഇരുന്നോളും. അപ്പം ഇതാ അത് വെളിച്ചെണ്ണയിൽ നന്നായി സോട്ട് ചെയ്തെടുക്കുക. അത് നന്നായി സോട്ടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മീഡിയം സൈസ് ആയിട്ടുള്ള 2 ചെറിയുള്ളി കുഞ്ഞിതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതവിടെ ബ്രൗൺ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് ഞാൻ മഷ്റൂം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പം അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ ഒപ്പം തന്നെ 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അത് നന്നായി സോട്ടായി വരുമ്പം അതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. മഷ്റൂം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വെക്കണേ. മസാലയൊക്കെ ഒന്ന് മിക്സായി വരുമ്പം അതിനുശേഷം നമ്മൾ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല ഇട്ട് കൊടുക്കാം. കഴുകി കുതിർത്താൻ വെച്ചതായിരുന്നു. നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. കടല മുങ്ങുന്ന പാകത്തിന് വെള്ളമൊഴിച്ച് അതിലേക്ക് മല്ലിയില കൂടെ ഇട്ടിട്ട് വിസിലിടാം. വെള്ളക്കടലക്ക് നല്ല അത്യാവശ്യം വേവുള്ളതുകൊണ്ട് 8 വിസിലോളം ഞാൻ ഇടുന്നുണ്ട്. 4 വിസിലിട്ടതിന് ശേഷം പിന്നെ ഒന്ന് തുറന്ന് നോക്കി അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം അതിലേക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ഇത്രയും വിസിൽ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം കടലൊന്ന് 4 വിസിലിട്ട് വേവിച്ചതിന് ശേഷം മഷ്റൂം ഇട്ട് കൊടുക്കുന്നത്. ഇനി മഷ്റൂമും കൂടെ ഇട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരു 4 വിസിൽ കൂടെ, അങ്ങനെ മൊത്തം 8 വിസിലാണ് നമ്മളിടുന്നത്. വെള്ളം കുറച്ച് കുറവെന്ന് തോന്നിയപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8 വിസിലിന് ശേഷം നമ്മളെ മസാല മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കടലയും മഷ്റൂമും. വെള്ളക്കടല കുതിർത്താൻ വെച്ച സമയത്ത് ഞാനൊരു 20 കാഷ്യൂസ് എടുത്ത് അതും കുതിർത്താൻ വെച്ചിരുന്നു. അതിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ പേസ്റ്റ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തിളക്കാൻ വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കാവും കറി. അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ പേസ്റ്റ് എടുത്തിരിക്കണം. അതിന് പകരം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാം, തേങ്ങാപ്പാൽ ചേർക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിയില ഒഴിച്ച് ഫിനിഷ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഇന്ന് ഡിന്നറിന് പുട്ടിനൊപ്പമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല യമ്മിയായിരുന്നു. ഇതുപോലെ തന്നെ ദോശൻ്റെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പം, ചപ്പാത്തി, ബ്രെഡ് ഇതിൻ്റെ ഒപ്പമൊക്കെ നല്ലോണം പോണ റെസിപ്പിയാണ്. അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.